ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു 1-2 ആഴ്ചയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് തരാനായിട്ട് ചാൻസ് ഉള്ള ഒരു 3 ടോക്കൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ടോക്കൺസിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഓക്കെ, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ലൈംവെയർ ടു ലോഞ്ച് ഇറ്റ്സ് ന്യൂ NFT മാർക്കറ്റ് പ്ലേസ് ഓൺ അൽഗോറാൻഡ് ബ്ലോക്ക് ചെയിൻ. അൽഗോറാൻഡ് ബ്ലോക്ക് ചെയിനിൽ ലൈംവെയർ എന്ന് പറയുന്ന ഒരു പിയർ ടു പിയർ ഫയൽ ഷെയറിംഗ് ഫ്രീ സോഫ്റ്റ്വെയർ അവരുടെ NFT മാർക്കറ്റ് പ്ലേസ് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അൽഗോറാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിനെ നല്ല രീതിയിൽ അത് ഇമ്പാക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് നമുക്ക് ഈ ഒരു NFT ലോഞ്ചിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ടോക്കൺ എന്ന് പറയുന്നത് അൽഗോറാൻഡ് തന്നെയാണ്. അൽഗോറാൻഡിൻ്റെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 29ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് അൽഗോറാൻഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 29ാം റാങ്കിലാണ് അൽഗോറാൻഡ് നിൽക്കുന്നത്. കറൻറ്റ് പ്രൈസ് 54 രൂപ മാത്രമാണ്. അതിൻ്റെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ 216 രൂപയിൽ നിന്നാണ് അത് 54ലേക്ക് വന്നിട്ടുള്ളത്. 216 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. 216 നിന്ന് 54 രൂപയിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അൽഗോറാൻഡിലുള്ളത്. തീർച്ചയായിട്ടും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനും നോക്കാവുന്ന ഒരു കോയിൻ തന്നെയാണ് അൽഗോറാൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽഗോറാൻഡിൻ്റെ ഒരു 4 hour ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ഒരു ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഏരിയ, അതായത് 0.6 മുതൽ $0.7 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് ഒരു ക്യാൻഡിലൂടെ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് വീണ്ടും ആ ഒരു സപ്പോർട്ട് ഏരിയനെ റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അടുത്തതായിട്ട് വരുന്ന ക്യാൻഡിൽ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. കാരണം വളരെ വലിയ ലോസിലേക്കൊന്നും നമുക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും. അതായത് 0.87 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 20% പ്രോഫിറ്റാണ്. അതായത് 19.62% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഓടിപ്പോയിട്ട് അൽഗോറാൻഡിൽ ഒരു ട്രേഡ് എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ പറഞ്ഞ പോലെ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങളൊരു എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, ഇത് യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്ത കാര്യം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സ്റ്റുഡിയോസ് ടു ലോഞ്ച് ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ഗെയിം ഓൺ അവലാഞ്ച് ബ്ലോക്ക് ചെയിൻ. വൈൽഡ് ലൈഫ് സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ടോപ്പ് 10 മൊബൈൽ ഗെയിം ഡെവലപ്പേഴ്സിൽ ഒരാളാണ്. വൈൽഡ് ലൈഫ് സ്റ്റുഡിയോസ് അവലാഞ്ചയിലാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ഗെയിമിംഗ് ആയിട്ടുള്ള Web3 ഗെയിമിംഗ് അവർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും അവലാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഈ വൈൽഡ് ലൈഫിൻ്റെ ഈ ഒരു ഗെയിം ലോഞ്ച് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്റ്റ് നമുക്ക് അവലാഞ്ചയുടെ പ്രൈസിലും കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നേരെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോകാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 10ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളിൽ ഉള്ള ഒരു പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ഒരു കോയിനാണ് അവലാഞ്ച് എന്ന് പറയുന്നത്. കറൻറ്റ് പ്രൈസ് 5283 രൂപയാണ്. ഓൾ ടൈം ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11,161 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഓൾ ടൈം ഹൈയുടെ ഒരു പകുതിയിലാണ് ഇപ്പോൾ അവലാഞ്ച് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവലാഞ്ചയുടെ ഒരു 4 hour ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ചാർട്ടിലാണ്. ഈ ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൃത്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിലാണ് അവലാഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ കൃത്യമായിട്ട് ഈ ട്രെൻഡ് ലൈൻസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് അവലാഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏത് പ്രൈസ് വരെ നമുക്കൊരു ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ഫസ്റ്റത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. അതായത് ഈ ഒരു $80 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പലതവണ റിജക്ഷൻ സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നമുക്ക് ഈ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ആവുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു നമ്മുടെ ടാർഗറ്റിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 16% പ്രോഫിറ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ട്രെൻഡിനൊപ്പം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവലാഞ്ചിൽ ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിൽ ഒരു 16% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു 1-2 ആഴ്ച കൊണ്ട് ഈ ഒരു അവലാഞ്ചിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പാരിസ് ഹിൽട്ടൺ വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് ഫീമെയിൽ DJ സ്പിൻസ് ട്യൂൺസ് ഇൻ ദ സാൻഡ് ബോക്സ്. പാരിസ് ഹിൽട്ടൺ എന്ന് പറയുന്നത് വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് ഫീമെയിൽ DJ ആണ്. അവർ സാൻഡ് ബോക്സിനകത്ത് ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവർ മാത്രമല്ല വേറെയും ഒരുപാട് സെലിബ്രിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് സാൻഡ് ബോക്സിനകത്ത് അവരുടെ അവതാറായിരിക്കും ഈ പാരിസ് ഹിൽട്ടൺ എന്ന് പറയുന്ന ആളുടെ ആ ഒരു DJയുടെ അവതാറായിരിക്കും അവിടെ ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇമ്പാക്ട് തീർച്ചയായിട്ടും നമുക്ക് സാൻഡ് ബോക്സിൻ്റെ പ്രൈസിലും അല്ലെങ്കിൽ സാൻഡ് ബോക്സ് എന്ന് പറയുന്ന ആ ഒരു ടോക്കണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ 39ാം റാങ്കിൽ നിൽക്കുന്ന ഒരു ടോക്കണാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. 216 അതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഓൾ ടൈം ഹൈ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ 643 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് താഴെയാണ് സാൻഡ് ബോക്സ് ഇപ്പോൾ നിൽക്കുന്നത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് ലോങ് ടൈമിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ടോക്കൺ തന്നെയാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 4 hour ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പേര് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ട്രയാങ്കിൾ ചാർട്ട് പേരാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നിങ്ങൾ ഓടിപ്പോയിട്ട് ഒരു എൻട്രി എടുക്കാതിരിക്കുക. നമുക്ക് ഒരു കൺഫർമേഷനും കൂടി ആവശ്യമാണ്. അതായത് ഈ ഒരു 50 പീരീഡ് ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലായിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഒരു എൻട്രി എടുക്കേണ്ടതുള്ളൂ. ഈ ഒരു ബ്രേക്ക് ഔട്ട് ചാടിക്കയറി എൻട്രി എടുക്കേണ്ട. കാരണം സ്റ്റിൽ ആ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് 50 പീരീഡ് മൂവിങ് ആവറേജിന്, 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെ തന്നെയാണ്. അവിടെ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് താഴേക്ക് വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മൂവിങ് ആവറേജിന് മുകളിലായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് $3.4 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 17.96% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ചാടിക്കയറി എൻട്രി എടുക്കാതെ കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഒരു എൻട്രി എടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ ചെയ്യാനായിട്ട് പാടുള്ളൂ. എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് മെറ്റ അനൗൺസ്മെൻറ്റ് നടത്തിയതിന് ശേഷം മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളൊക്കെ ഏത് രീതിയിലാണ് പെർഫോം ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാർക്ക് സക്കർബർഗ് പുതിയ ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. NFT ഫീച്ചേഴ്സ് കമ്മിങ് ടു ഇൻസ്റ്റാഗ്രാം ഇൻ ദ നിയർ ടേം. NFT ഫീച്ചേഴ്സ് ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരുമെന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മെറ്റാവേഴ്സ് പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് നോക്കി വെച്ചോ, നല്ല രീതിയിൽ അപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. നേരെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോവുക, കാറ്റഗറീസ് എടുക്കുക, കാറ്റഗറീസിൽ മെറ്റാവേഴ്സ് സെലക്ട് ചെയ്യുക. മെറ്റാവേഴ്സിൽ നമുക്ക് ഒരുപാട് മെറ്റാവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ കാണാനായിട്ട് പറ്റും. അതെല്ലാം ഒരു കണ്ണ് വെക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും അനാലിസിസും ഒക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം.